അമൃതധാരാ വചനസുധാ യേശുവിൽ നീ വിശ്വസിക്കൂ ജീവനേകും യേശുനാഥൻ അമൃതധാരാ അമൃതധാരാ അമൃതധാരാ. ഒരു ജീവിതം മാത്രം അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിട്ടുണ്ടോ നാം ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിട്ടുണ്ടോ നാം ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ദേഹം അസ്ഥിരമാകും, മനസ്സതു വ്യാകുലമാകും. കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയില്ലെന്നാൾ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയില്ലെന്നാൾ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിട്ടുണ്ടോ നാം ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം ഒരുങ്ങിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. മൃത്യുവിൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക. പ്രായം നോക്കാതൊരു നാൾ അതു നമ്മിൽ വന്നിടും. ഉറ്റ
ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരു ജീവിതം മാത്രം, അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം മുതൽ ഏതാനും വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോശുവ 7:10 മുതൽ. എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? എഴുന്നേൽക്ക, ദൈവം കൽപ്പിക്കുകയാണ്. നീ സാഷ്ടാംഗം വീണ് കിടക്കുന്നുണ്ട്, നീ കരയുന്നുണ്ട്. എന്തിന് കരയുന്നു? എന്തിന് സാഷ്ടാംഗം വീണ് കിടക്കുന്നു? നീ നിലം പറ്റ വീണ് കിടക്കുന്നത് എന്തിനായിട്ടാണ്? നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ പാപം ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം ഈ ജനം ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത് അവർ അപഹരിച്ചെടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വച്ചിരിക്കുന്നു. അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്നത് എടുക്കരുത് എന്ന് ഞാൻ കൽപ്പിച്ചിരുന്നത് അവരെടുത്തത് മാത്രമല്ല, അവർ അത് മോഷ്ടിച്ചു, മറവ് ചെയ്തു, തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് ഒളിച്ചു വച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. നിങ്ങൾ തോറ്റുപോകാൻ കാരണം, നിങ്ങൾ യുദ്ധത്തിന് പോയിട്ട് തോൽക്കാൻ കാരണം, നിങ്ങൾ ദൈവകൽപ്പന ലംഘിച്ചിരിക്കുന്നു, ശാപഗ്രസ്തരായി തീർന്നിരിക്കുന്നു, നിങ്ങൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ജയം കിട്ടാതിരിക്കുന്ന കാരണം അതാണ്. നിങ്ങൾക്ക് ശാപം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ശാപം വന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് നിങ്ങൾ പുറം കാട്ടേണ്ടി വന്നു. ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് ഓടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. നിങ്ങൾക്ക് വിജയം കിട്ടാത്തതിന് കാരണം, നിങ്ങൾ തൊടുന്നതിനെല്ലാം പരാജയപ്പെടാൻ കാരണമുണ്ട്. നിങ്ങളുടെ മേൽ ചില ശാപങ്ങളുണ്ട്. നിങ്ങൾ കരകയറാൻ നോക്കുന്നെങ്കിലും കരകയറാൻ പറ്റുന്നില്ല. നിങ്ങൾ ജയിക്കാൻ നോക്കുന്നെങ്കിലും ജയം കിട്ടുന്നില്ല. നിങ്ങൾ ഇന്നും ദുഃഖിച്ചും വലഞ്ഞും വിഷമിച്ചും കഴിയുന്നതിന് കാരണമുണ്ട്. ശാപം നിങ്ങളുടെ നടുവിലിരിക്കുന്നു. നിങ്ങൾ ശാപഗ്രസ്തരായി തീർന്നിരിക്കുന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് ഇരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക. യോശുവയോട് ദൈവം പറയുകയാണ്, നീ എഴുന്നേൽക്ക്. നീ ഇങ്ങനെ വീണ് കിടന്ന് കരഞ്ഞുകൊണ്ട് കിടന്നിട്ട് കാര്യമില്ല. നീ എഴുന്നേൽക്ക്, എന്നിട്ട് ഈ ജനത്തെ ശുദ്ധീകരിക്കുക. അവരുടെ പാപം മാറുന്നുള്ളതായി വഴി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ.
നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ഇസ്രായേലേ, നിന്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ, ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ കഴിയുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവകരമായ ഒരു വചനമാണ് നാം ഇന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്. യോശുവ നിലംപറ്റ കിടന്നുകൊണ്ട് കരയുകയാണ്. വന്ന് ഒന്നും കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ആഹാരം കഴിക്കണം തോന്നുന്നില്ല. യോശുവ ജനത്തെ നയിച്ചു കൊണ്ടുവന്ന ദൈവപുരുഷനാണ്. ജനത്തെ നയിച്ചു കൊണ്ടുവന്ന ദൈവപുരുഷനായ യോശുവയ്ക്ക് ശാപമില്ല. പക്ഷേ ജനത്തിൻ്റെ ശാപം വന്നിരിക്കുന്നു. ആ ജനത്തെ അങ്ങ് ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വരുമ്പോൾ മുതലേ യോശുവ കൂടെയുണ്ട്. അന്ന് മോശയും അഹ്റോനുമാണ് നേതൃസ്ഥാനത്തെങ്കിലും യോശുവ മോശയെ സഹായിപ്പാൻ എപ്പോഴും കൂടെയുണ്ട്. യോശുവയും കാലേബും കൂടെയുണ്ട്. അങ്ങ് അത്രയോ ദൂരെ നിന്ന് ഈജിപ്തിൽ നിന്ന് ഈ ജനത്തെ വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ അത്ഭുതകരമായ പല രംഗങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. അവിടെയെല്ലാം ദൈവം അവരെ സഹായിച്ചു. വിഷമസന്ധികളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ വലഞ്ഞു പോയിരുന്നു. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വെള്ളമുണ്ട്, പക്ഷേ ആ വെള്ളം കയ്പുള്ളതായിരുന്നു, വിഷമുള്ളതായിരുന്നു. ആ വെള്ളം കുടിച്ചവരെല്ലാം ഛർദ്ദിക്കുകയായിരുന്നു. എന്നാൽ അവിടെ ദൈവം കയ്പുള്ള വെള്ളം മധുരമാക്കി തീർത്തു കൊടുത്തു. ഒരിടത്ത് വന്നപ്പോൾ അവർക്ക് അഗ്നിസർപ്പങ്ങൾ അവരെ കടിക്കാൻ തുടങ്ങി. അവർ ഓരോരുത്തരായി മരിച്ചു വീഴാൻ തുടങ്ങി. അപ്പോൾ ദൈവം മോശയോട് കൽപ്പിച്ചു, ഒരു പാളയത്തിന് നടുവിൽ ഒരു അഗ്നിസർപ്പത്തെ തൂക്കിയിട്ടു. ജീവനുള്ള ദൈവം ഒരു പാമ്പിൻ്റെ ആകൃതിയുള്ള പിച്ചള കൊണ്ടുണ്ടാക്കിയ ഒരു സർപ്പത്തെ അവിടെ കൊടിമരത്തിന്മേൽ തൂക്കുവാൻ മോശയോട് കൽപ്പിച്ചു. മോശ അത് ചെയ്തു. ജനം രക്ഷപ്പെട്ടു. അതിൽ നോക്കിയാൽ മതി, രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. വളരെ അത്ഭുതകരമായി ആ 40 വർഷം മോശയും അഹ്റോനും കൂടെ യോശുവയും കാലേബും അവരെ ജനത്തെ നടത്തിക്കൊണ്ട് വന്നു. കനാൻ നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞത്. പലസ്തീനിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞത്. പലസ്തീനിൽ എത്തണമെങ്കിൽ യോർദാനാറ് കടക്കണം. യോർദാനാറ് കടക്കാൻ നേരത്ത് അതിന് മുൻപ് തന്നെ ദൈവം അഹ്റോനെ വിളിച്ചു. അഹ്റോൻ മരിച്ചു, അടക്കപ്പെട്ടു. മോശയെ വിളിച്ചു. മോശ പറഞ്ഞു, കർത്താവേ, എനിക്ക് അല്പകാലം കൂടി തന്നാൽ കൊള്ളാമായിരുന്നു. എനിക്ക് അക്കരെ ഒന്ന് കടന്നിട്ട് മരിച്ചാൽ കൊള്ളാമായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇല്ല, നീ അക്കരെ കടക്കുകയില്ല. നീ ജനത്തെ നടത്തിക്കൊണ്ട് വന്നു, പക്ഷേ ആ ജനത്തെ നടത്താൻ ഞാൻ വേറൊരാൾ കണ്ടിട്ടുണ്ട്. നീ അക്കരെ കടക്കാൻ നോക്കണ്ട, ഞാൻ നിന്നെ അക്കരെ കടത്തുകയില്ല. നീ ഇവിടെ വെച്ച് ഈ പിസ്ഗയുടെ ചെരുവിൽ വെച്ച് നെബോ പർവ്വതത്തിന് മുകളിൽ വെച്ച് നീ മരിക്കും, നീ അടക്കപ്പെടും. ഞാൻ തന്നെ നിന്റെ ശവശരീരം അടക്കും. നിത്യനായ ദൈവം മോശയോട് പറഞ്ഞു. മോശയും അഹ്റോനും അപ്പുറവും കടന്നില്ല. എന്നാൽ യോശുവ ജനത്തെ അക്കരെ കടത്തി. യോശുവ മോശയ്ക്ക് ശേഷം ജനത്തെ നടത്തിയ ദൈവപുരുഷനായിരുന്നു. ആ ജനത്തിന് വരുന്നതായ സങ്കടങ്ങളും പ്രയാസങ്ങളും കണ്ട് വളരെ ദുഃഖിക്കുകയും വിഷമിക്കുകയും ചെയ്തൊരു ദൈവപുരുഷനായിരുന്നു യോശുവ, നൂൻ്റെ മകനായ യോശുവ. യോശുവ അക്കരെ കടത്തി. അതിനുശേഷം യെരിഹോ കോട്ട പിടിച്ചു. ഏറ്റവും പ്രയാസമുള്ളൊരു കോട്ടയായിരുന്നത് യെരിഹോ കോട്ട. യെരിഹോ കോട്ട അങ്ങ് അതിൻ്റെ മീതെ ഒരു വീട് വെച്ച് പാർക്കത്തക്കവണ്ണം അത്ര വലിപ്പമുള്ള ശക്തിയുള്ള കോട്ടയായിരുന്നു. അത്ര ഉയരമുള്ള കോട്ടയായിരുന്നു. ആ കോട്ട അതിനെ അകത്ത് കിടക്കുക എന്നുള്ളത് പ്രയാസമായിരുന്നു. പക്ഷേ നിത്യനായ ദൈവത്തിൻ്റെ കരുണയാൽ ജനം ആ കോട്ടയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം ചുറ്റി നടന്നപ്പോൾ കോട്ട തകർന്നു. ആ കോട്ട ഇടിഞ്ഞു. അവർ നഗരത്തിനകത്തേക്ക് പ്രവേശിച്ചു. യെരിഹോ ജയിച്ചു. വലിയ ശത്രുവിനെ അവർ ജയിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞിരുന്നു, ഈ യെരിഹോവിൽ നിന്ന് യാതൊന്നും നിങ്ങൾ എടുത്തു പോകരുത്, അത് യഹോവയ്ക്ക് ശപഥാർപ്പിതമാണ്. ഡിവോട്ടഡ് ടു യഹോവ, അത് ദൈവത്തിന് ഡിവോട്ടഡാണ്. അവിടെ നിന്ന് യാതൊന്നും നിങ്ങൾ എടുത്തു പോകരുത്. ദൈവത്തിനുള്ളത് നിങ്ങൾ എടുത്തു പോകരുത്. നിങ്ങളെടുത്താൽ അത് മോഷണമായിരിക്കും, അത് ദൈവം നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അവരിൽ ഒരാൾ ഏതാനും സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു. അതവൻ മോഷ്ടിച്ചു, മറവ് ചെയ്തു. അത് കൂടാരത്തിനടുവിൽ അവൻ ഒളിച്ചു വെച്ചു. പിന്നീട് ഹായ് കോട്ട പിടിക്കാനായിട്ട് പോയി. ചെറിയൊരു കോട്ടയാണ്, പ്രയാസമുള്ളതല്ല. പക്ഷേ ഹായ് കോട്ട പിടിക്കാൻ പോയപ്പോൾ ഇസ്രായേൽ ജനം തോറ്റു. യോശുവയ്ക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇതുവരെ ജയിച്ച് വന്നു, പക്ഷേ ഇവിടെ തോറ്റത് എന്താണ്? തോൽവി വരാൻ എന്താണ് കാരണം? യോശുവ കിടന്ന് കരയുകയാണ്. ആഹാരം കഴിക്കാതെ കിടന്ന് കരയുകയാണ്. ഉപവാസത്തോടെ ഇരുന്ന് കരയുകയാണ്. ഒരു തുള്ളി ജലപാനം പോലും ഇല്ലാതെ, അല്പം വെള്ളം പോലും കുടിക്കാതെ യോശുവ അവിടെ കിടന്ന് കരയുകയാണ്.
അപ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞു, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണെടുക്കുന്ന എന്തിന്? നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. വായിക്കുന്നത് അങ്ങനെയാണ്, 10-ാം വാക്യം. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ ഡിവോട്ടഡ് ആയിട്ടുള്ളത് എടുത്തിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിവേദിക്കപ്പെട്ടത് അവരെടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. അവർ മോഷ്ടിച്ചു, മറവ് ചെയ്തു, സാമാനങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്നു. അവർ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പെൺകട്ടിയുമാണ് മോഹിച്ച് എടുത്തത്. വളരെ വിശിഷ്ടമായ ബാബിലോന്യ മേലങ്കി അവരുടെ കൂട്ടത്തിൽ ആഖാൻ എന്ന് പറയുന്ന ഒരാളാണ് ചെയ്തത്. ആ മനോഹരമായ ബാബിലോന്യ മേലങ്കി 200 ശേക്കൽ വെള്ളി, 50 ശേക്കൽ പൊന്ന്, ഇത്രയും അവൻ കണ്ടു. അത് മോഹിച്ചു, അവൻ എടുത്തു, അത് ഒളിച്ചു വെച്ചു, അത് മറവ് ചെയ്തു. മനുഷ്യരാരും അറിഞ്ഞില്ല, ഇസ്രായേലിനും ആരും അറിഞ്ഞില്ല, ജനത്തെ നടത്തിക്കൊണ്ടുവന്ന യോശുവായും അറിഞ്ഞില്ല. പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം അറിഞ്ഞു. അവൻ മോഹിച്ചതും അവനത് കണ്ട് മോഹിച്ചതും അതെടുത്തതും മറവ് ചെയ്തതും എല്ലാം ദൈവം അറിഞ്ഞു. എവിടെയാണ് മറച്ചു വച്ചിരിക്കുന്നത് ദൈവം അറിഞ്ഞു. ദൈവം പറയുകയാണ്, ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട്, അതുകൊണ്ടാണ് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറംതിരിഞ്ഞ് ഓടേണ്ടി വന്നത്. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് ഇരിക്കുകയില്ല. ഇല്ല, ഞാൻ ഇരിക്കുകയില്ല. യഹോവയുടെ സാന്നിധ്യം നിങ്ങൾ കിട്ടുകയില്ല. ഈ കണ്ട 40 വർഷം ഈ ജനത്തെ ഞാൻ നടത്തി, അതിശീഘ്രമായി ഈ ജനത്തെ നടത്തി. പക്ഷേ ഇനി എൻ്റെ സാന്നിധ്യം അവർക്ക് കൊടുക്കുകയില്ല. ശാപം നീക്കാതെ ഞാൻ അവരുടെ ഇടയിലേക്ക് വരികയില്ല. ഇതിനായി ദൈവം പറയുകയാണ്, ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതെ ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിലേക്ക് വരികയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഗൗരവതരമായ ഒരു വാക്യമാണ് നാം വായിക്കുന്നത്. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. അടുത്ത വാക്യതാണ്, ഇസ്രായേലേ, നിൻ്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യോശുവേ, നീ ഒരു കാര്യം ചെയ്യുക, നീ എഴുന്നേൽക്കുക. ഞാൻ വീടെടുത്ത് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. നീ എഴുന്നേറ്റ് നീ ജനത്തെ ശുദ്ധീകരിക്കണം. അവരിൽ വന്ന തെറ്റെന്താണെന്ന് കാണിച്ചു കൊടുത്ത് അവരെ എഴുന്നേൽപ്പിക്കണം. ആ ജനത്തിനിടയിൽ നിന്ന് ശാപം മാറ്റണം. അല്ലെങ്കിൽ ദൈവസാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കുകയില്ല. എന്തെല്ലാം പുണ്യപ്രവൃത്തി ചെയ്താലും പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന മനുഷ്യനോട്, ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ജനത്തോട്, ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന യോശുവയോട് ദൈവം പറയുകയാണ്, ശാപം നിങ്ങളുടെ നടുവിലുണ്ട്. ഇസ്രായേലേ, ഇതിന് നടുവിലൊരു ശാപമുണ്ട്. ഒരാൾ മാത്രമേ പാപം ചെയ്തുള്ളൂ. ഒരാൾ ആഖാൻ മാത്രമേ പാപം ചെയ്തുള്ളൂ. പക്ഷേ ആ ഇസ്രായേലിന്മേൽ മുഴുവനായി ആ ശാപത്തിൻ്റെ ദോഷം വന്നിരിക്കുന്നു. ഒറ്റയ്ക്ക് ഒരാളെ പാപം ചെയ്തുള്ളൂ. മറ്റുള്ളവരുടെ മേൽ ശാപം വന്നിരിക്കുന്നു. ഒരു വീട്ടിൽ ഒരാളാണ് ശാപഗ്രസ്തമായ രീതിയിൽ ചെന്നുപോയത്, ശവിക്കപ്പെട്ടു പോയത്, ശാപം വലിച്ചു വരുത്തിയത്. എന്നാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും ആ ശാപം വരികയാണ്. ഒരാളെ പാപം ചെയ്തുള്ളൂ, മറ്റുള്ളവർക്കും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു. എന്തിന്? ഒരു തലമുറയിൽ ഒരാൾ പാപം ചെയ്താൽ അടുത്ത തലമുറയിലേക്കും പിന്നത്തെ തലമുറയിലേക്കും അത് ബാധിക്കും. പുറപ്പാട് 20-ാം അധ്യായത്തിന് 5-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, മക്കൾക്കും മക്കളുടെ മക്കൾക്കും 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ പാപത്തിൻ്റെ ശിക്ഷ വരുമെന്ന്. പുറപ്പാട് 20-5. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. മക്കൾ പാവങ്ങളൊന്നും അറിഞ്ഞില്ല. അപ്പൻ മദ്യപിച്ച് നടന്നതോ കൂത്താടി നടന്നതോ അതൊന്നും മക്കൾക്കറിയാൻ പാടില്ലായിരിക്കും. അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. അപ്പൻ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ആരെങ്കിലും വസ്തു അപഹരിക്കുകയോ ചെയ്തത് മക്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. മക്കളുടെ മക്കൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൻ ആരുടെയെങ്കിലും മുതൽ കട്ടെടുത്തതോ അല്ലെങ്കിൽ അപഹരിച്ചെടുത്ത് ഏതെങ്കിലും തരത്തിൽ വിനിയോഗിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ കൂട്ടുകെട്ടിൽ പോവുകയോ അശുദ്ധ ജീവിതം നയിക്കുകയോ കൊള്ളിതാത്ത ജീവിതം നയിക്കുകയോ പുറത്തു പറയാൻ കൊള്ളാത്ത അധർമ്മങ്ങളിൽ പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും മക്കൾ അറിയണമെന്നില്ല. അപ്പൻ വല്ല മന്ത്രവാദം ചെയ്യുകയോ ആഭിചാര പ്രവൃത്തി ചെയ്യുകയോ ക്ഷുദ്രപ്രയോഗം ചെയ്യുകയോ മഷിയിട്ട് നോക്കുകയോ രാഹുകാലം നോക്കുകയോ അങ്ങനെ ഏതെങ്കിലും ജാതീയമായ ആചാരങ്ങൾ കുടുങ്ങിപ്പോയെങ്കിൽ അത് മക്കൾ അറിയണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ പറയുന്നു, നിൻ്റെ ദൈവമായ യഹോവ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും.
ദൈവത്തിന് സ്തോത്രം. കാര്യം ഗൗരവമാണ്. ഇസ്രായേലേ, നിന്റെ നടുവിലൊരു ശാപമുണ്ട്. നിങ്ങൾ എല്ലാവരും പാപം ചെയ്തിട്ടല്ല, എന്നാൽ ശാപം നിങ്ങൾ എല്ലാവരുടെ മേലും വന്നിരിക്കുന്നു. ഇസ്രായേലേ, നിന്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയും വരെ യഹോവ നിങ്ങളോട് ഇരിക്കുകയില്ല. ദൈവം പറഞ്ഞു, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം കിടക്കുന്ന എന്തിനാ? എഴുന്നേൽക്ക, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. നീ നിലവിളി വിട്ട് നിരാശ വിട്ട് എഴുന്നേറ്റിട്ട് ജനത്തെ ശുദ്ധീകരിക്കുക. യോശുവ ജനത്തെ വിളിച്ചു കൂട്ടി, ഗോത്രം ഗോത്രമായും ഭവനം ഭവനമായും കുടുംബം കുടുംബമായും വരുത്തി. അവരോട് ചോദിച്ചു, ആരാണ് തെറ്റ് ചെയ്തത്? ചീട്ടിട്ടു. അവസാനം ചീട്ട് വന്നു വീണത് ആഖാൻ എന്ന് പറയുന്ന ഒരാൾക്കാണ്. ആഖാൻ ഗോത്രം ഗോത്രമായി ചീട്ടിട്ടു, കുടുംബം കുടുംബമായി ചീട്ടിട്ടു. അവസാനം ആഖാൻ എന്ന് പറയുന്ന ഒരാൾക്ക് ചീട്ട് വീണു. യോശുവയുടെ മുമ്പിലേക്ക് ആഖാനെ കൊണ്ടുവന്നു. കഷ്ടം. ശാപമുണ്ട് എന്ന് കേട്ടപ്പോൾ ആഖാൻ ഓടി വരാമായിരുന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഞാനാണ് ഉത്തരവാദി, ഞാനാണ് തെറ്റ് ചെയ്തത്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് യോശുവയുടെ മുമ്പിൽ ഒന്ന് വീഴാമായിരുന്നു. എങ്കിൽ അപകടം വരില്ലായിരുന്നു. തെറ്റ് പറ്റി എന്ന്, ശാപം ഉണ്ടായെന്ന് മനസ്സിലായപ്പോൾ വ്യക്തമായും ആ ശാപത്തിന് കാരണക്കാരൻ ഞാനാണെന്ന് ആഖാന് പറഞ്ഞ് മനസ്സിലായി. പക്ഷേ ആഖാൻ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടിരുന്നു. നിത്യനായ ദൈവം എല്ലാം കാണുന്നെന്ന് ആഖാൻ അറിഞ്ഞില്ല. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകൾ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ വിചാരഗതികൾ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ വാക്കുകൾ കേൾക്കുന്നൊരു ദൈവമുണ്ട്. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിസ്സാര വാക്ക്, നാം ആരോടെങ്കിലും ചീത്തയായി പറഞ്ഞത്, ഒരുപക്ഷേ ഭാര്യയെ തരതാഴ്ത്തി കണ്ടത്, മക്കളെ തുച്ഛീകരിച്ചത്, മക്കളെ പുച്ഛിച്ചത്, അല്ല അപ്പനെ പുച്ഛിച്ചത്, അപ്പനെ പരിഹസിച്ചത്, എന്തെല്ലാം നാം കോപിഷ്ഠരായിട്ട് എന്തെല്ലാമോ വരുത്തി കൂട്ടിയത്, പറഞ്ഞു പോയത്, എല്ലാം ശാപകരമായ കാര്യങ്ങളാണ്. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. ആഖാൻ ഓടി വരാമായിരുന്നു. പക്ഷേ ചീട്ട് വീണതിന് ശേഷമാണ് അവൻ ഓടി വന്നത്. അവൻ പിടിക്കപ്പെടുന്നതിന് ശേഷമാണ് അവൻ ഓടി വന്നത്. പിടിക്കപ്പെടുന്നതിന് മുൻപ് നാം ഏറ്റു പറയണം. പിടിക്കപ്പെടുന്നതിന് മുൻപ് നാം പാവം ഏറ്റു പറയണം. ആരും നമ്മെ പിടികൂടുന്നതിന് മുൻപ്, ദൈവത്തിന് മുൻപാകെ ചെല്ലുന്നതിന് മുൻപ് നാം പാവം ഏറ്റു പറഞ്ഞുകൊള്ളണം. ഒരു ദിവസം നാം എല്ലാവരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതാകുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ന്യായാസനമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. ഇന്നതെല്ലാം നമുക്കൊരു കളിയാണെന്നേ തോന്നുകയുള്ളൂ. ഒരു സാമാന്യം എല്ലാവർക്കും തന്നെ ഇതൊന്നും അങ്ങ് വിശ്വസിക്കാൻ തോന്നുന്നില്ല. മരണശേഷം ഒരു നിത്യതയുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും അതേ നിങ്ങളും അതേ ഒരു ദിവസം മരിക്കുമല്ലോ, അത് സംശയമില്ലല്ലോ. എന്നാൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന വേദപുസ്തകം പറയുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ഒരു ന്യായവിധിയുണ്ട്, ന്യായവിധി. അതറിയാവുന്ന നമ്മുടെ വിശുദ്ധ പിതാക്കന്മാർ പാടി, നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതയെ കർത്താവേ ഞങ്ങളുടെ മേൽ പാപം കണക്കിടല്ലേ എന്ന്. നമുക്ക് പാടി നോക്കാം. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതയെ നീതിയോടെ വിധിക്കുന്നവനാണ്. ന്യായാധിപതിയായ നീതിയോടെ വിധിക്കുന്നവനാണ്. ഞങ്ങളുടെ മേൽ അകൃത്യം കണക്കിടല്ലേ, ഞങ്ങളുടെ പാപം നോക്കല്ലേ. നീതിയിൽ വിധി ചെയ്യും ബലഹീനത നീക്കി തുണ ചെയ്യുക സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ന്യായവിധിയുണ്ട്, വ്യക്തമാണ്. നാം ഓരോരുത്തരും ന്യായാസനത്തിനുമായി നിൽക്കേണ്ടി വരും. നീതി ന്യായാധിപതിയായ ക്രിസ്തുവിൻ്റെ മുമ്പാകെ നാം ചെന്ന് നിൽക്കേണ്ടി വരും. അന്ന് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽവന്ന് മുട്ടുമടക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും നിൽക്കും, നിങ്ങളും നിൽക്കും, ആർക്കും ഒഴികഴിവില്ല. അന്ന് ഓരോരുത്തരും അവരവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം ന്യായവിധി ഉണ്ടാകും. എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരും എഴുതാനിരിക്കേണ്ട. അത് സ്വാഭാവികമായും സ്പോണ്ടേനിയസായി ഓട്ടോമാറ്റിക്കായി അത് റെക്കോർഡറാണ്. അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം അറിയുന്നില്ല. അമ്മായിയമ്മ പോരുണ്ടാക്കുമ്പോൾ അത് കണക്ക് പറയേണ്ടി വരുമെന്ന് നാം അറിയുന്നില്ല. അമ്മായിയമ്മയെ ഉപദ്രവിക്കുകയും അമ്മായിയമ്മയെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതും കണക്ക് പറയേണ്ടി വരുമെന്ന് ഈ മോൾ അറിയുന്നില്ല. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് ന്യായവിധി ദിവസത്തിൽ ചെല്ലേണ്ടി വരുമെന്ന് അറിയുന്നില്ല. ഇന്ന് വചനം കേൾക്കുമ്പോൾ
നമുക്ക് നല്ല സമയം കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അനുദപിച്ച് ദൈവത്തോട് പറയാം, കർത്താവേ ക്ഷമിക്കണമേ, എൻ്റെ കർത്താവേ തെറ്റുപറ്റിപ്പോയതിനോട് ക്ഷമിക്കണമേ. നമുക്ക് ദൈവത്തോട് പറയാം, ഇത് നല്ല സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി അനേകം പാപങ്ങൾ എന്തെല്ലാമാണ് വരുത്തിക്കൂട്ടി വെച്ചത്, ശാപകരമായി എന്തെല്ലാമാണ് വന്നുപോയത്. കൊലപാതകം ചെയ്തവരില്ലേ, കൊലപാതകത്തിന് കൂട്ടുകൂടിയവരില്ലേ, അനേകർക്ക് നഷ്ടം വരുത്തി വരില്ലേ, അനേകർക്ക് ദ്രോഹം ചെയ്തവരില്ലേ, മറ്റുള്ളവർ ഉപദ്രവിച്ചവരില്ലേ, മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ അപമാനം വരുത്തിയവരില്ലേ, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി അപവാദം പറഞ്ഞു വരുത്തിയവരില്ലേ, പരദൂഷണം പറഞ്ഞവരില്ലേ, അതിന് വാവിഷ്ടാണെന്ന് പറയും, വാവിഷ്ടാണക്കാരില്ലേ, പരദൂഷണം പറഞ്ഞിട്ടില്ലേ ഇല്ലേ? ചിന്തിച്ച് നോക്കൂ, എന്തെല്ലാം തരത്തിലുള്ള വൈരാഗ്യങ്ങളാണ് ഹൃദയത്തിലുണ്ടായിരുന്നത്, ഏതെല്ലാം പകയും വിദ്വേഷമാണ് ഉണ്ടായിരുന്നത്, ഏതെല്ലാം ദുശ്ശീലങ്ങൾക്കാണ് അടിമയായിരുന്നത്. ചീത്ത പടങ്ങൾ കണ്ട് രസിച്ചിട്ടില്ലേ? ബ്ലൂ ഫിലിം എന്നൊക്കെ പറയുന്ന പടങ്ങൾ, ചീത്ത പടങ്ങൾ കണ്ട് രസിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ഭാഗ്യവശാൽ ഞാൻ ബ്ലൂ ഫിലിം കണ്ടിട്ടില്ല, എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ചിലർ എൻ്റെ അടുക്ക് വന്ന് പാവം ഏറ്റു പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ബ്ലൂ ഫിലിം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് എന്ന്. എന്നാൽ അത് കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, കാണാൻ ഞാൻ നോക്കിയിട്ടുമില്ല. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും എല്ലാം എനിക്കുണ്ട്, പക്ഷേ ഞാൻ അതിലേക്കൊന്ന് കടന്നു നോക്കാൻ തോന്നിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ബ്ലൂ ഫിലിംസ്, ചീത്ത പടങ്ങൾ, ചീത്ത കാസറ്റുകൾ, ചീത്ത സംസാരങ്ങൾ, ചീത്ത ബന്ധങ്ങൾ, പുറത്തു പറയാറിക്കുന്നതായ വെറുക്കപ്പെട്ടവയായ ചില ബന്ധങ്ങൾ, ലജ്ജാകരമായ ചില ജീവിതങ്ങൾ ഇല്ലേ? ചിന്തിച്ച് നോക്കൂ. എല്ലാം കണക്ക് പറയേണ്ടി വരും. ഇന്ന് നമുക്ക് വേണമെങ്കിൽ അനുഭവിക്കാം. ഇന്ന് അനുഭവിച്ചാൽ കേൾക്കാൻ ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ട്. ഇന്ന് അനുഭവിച്ചാൽ നിങ്ങൾ സ്വീകരിക്കാൻ ക്രിസ്തുവിൻ്റെ കൃപയുണ്ട്. കൃപയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ആരെയും സ്വീകരിക്കാൻ ആ വാതിൽ തുറന്നു വെച്ചുകൊണ്ട് കർത്താവ് മാടി വിളിക്കുകയാണ്, വരൂ വരൂ, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. തിരുവിലാവ് തുറന്നിരിക്കുന്നു. ഈ തിരുഹൃദയത്തിലേക്ക് നിങ്ങൾ ഓടി ഒന്ന് കയറുവീൻ. ഇവിടെ നിങ്ങൾക്ക് രക്ഷയുണ്ട്, ഇവിടെ നിങ്ങൾക്ക് അഭയമുണ്ട്. ഇത്രയും കാലം കരടിയായി ജീവിച്ചതാണെങ്കിലും, ഇത്രയും കാലം സിംഹമായി ജീവിച്ചതാണെങ്കിലും, ഇത്രയും കാലം പുള്ളിപ്പുലിയായി ജീവിച്ചതാണെങ്കിലും, ഇത്രയും കാലം ചെന്നായി ജീവിച്ചതാണെങ്കിലും, വരൂ, ഇതാ ഈ പെട്ടകത്തിനകത്ത് സ്ഥാനമുണ്ട്. ഇപ്പോൾ കടന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ പെട്ടകത്തിൻ്റെ വാതിൽ അടയുന്നൊരു സമയം വരും, പിന്നെ കടക്കാൻ സാധിക്കുകയില്ല, പ്രളയത്തിൽ നശിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. ആഖാൻ താമസിച്ചു പോയി, പാവം, അവൻ താമസിച്ചു പോയി. അവന് എന്ന് പറയേണ്ട സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു, കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിങ്ങൾക്കാർക്ക് ഈ അപകടം വരരുത്, നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ കിട്ടിയ സമയം ഇത് മനോഹരമായ സമയമാണ്, അനുഭവിക്കാനുള്ള സമയമാണ്, ഇത് യാചിക്കേണ്ടും സമയമാണ്, മോചിക്കും നാഴികയാണ്. ഈ സമയത്ത് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ച് അവൻ്റെ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിപ്പീൻ. കർത്താവേ, അനേകം പാപങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. നാഥ, ചീത്ത ശീലങ്ങൾ എനിക്ക് വന്നുപോയി. കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമയായി ഞാൻ ജീവിച്ചു പോയി. ഞാൻ മൂലം അനേകർക്ക് വേദനയുണ്ടായി. എൻ്റെ മാതാപിതാക്കളെ ഞാൻ വേദനിപ്പിച്ചു. അവരോട് ഞാൻ അനുസരണക്കേട് കാണിച്ചു. അവർ ധിക്കാരമായി പെരുമാറി. എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവിനെ ഞാൻ വേദനിപ്പിച്ചു. തെറ്റുകൾ കണ്ടുകൊള്ളൂ, തിരുത്തിക്കൊള്ളൂ, അതിവേഗം തിരുത്തിക്കൊള്ളൂ, രക്ഷപ്പെട്ടുകൊള്ളൂ. ഇന്ന് സുപ്രസാദകാലം, ഇപ്പോൾ രക്ഷാദിവസം. ഇത് സുപ്രസാദ സമയമാണ്, ദൈവം പ്രസാദിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഓടി വരുവീൻ, രക്ഷയുടെ പെട്ടകത്തിൽ പ്രവേശിപ്പീൻ, രക്ഷപ്പെടുവീൻ, അനുഗ്രഹം പ്രാപിപ്പീൻ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിൻ്റെ ഈ മക്കൾ അവരുടെ എടുത്ത തീരുമാനം നടന്ന് കാണുന്നുവല്ലോ. നാഥ, നിൻ്റെ മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ, തിരക്തം പുരട്ടണമേ, പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. എല്ലാ പാപത്തിൻ്റെയും മോചനം ലഭിച്ച് സന്തുഷ്ടരായി എഴുന്നേറ്റ് പോകാൻ ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.